തിയേറ്ററുകൾ അടച്ചിടാനുള്ള തീരുമാനത്തിൽ ഉറച്ച് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയൂക്ക് വെള്ളിയാഴ്ച മുതൽ പുതിയ മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ലെന്ന തീരുമാനം. തിയേറ്റർ പ്രദർശനം പൂർത്തിയാകും മുൻപ് സിനിമകൾ OTTക്ക് നൽകരുതെന്നും ഫിയൂക്ക്. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു. ബീന, വിശദാംശങ്ങൾ. രോഹിണി, കഴിഞ്ഞ ദിവസം തന്നെ ഫിയോക്ക അടിയന്തര യോഗം ചേർന്ന് 23-ാം തീയതി മുതൽ മലയാള സിനിമ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടിയില്ലെങ്കിൽ റിലീസ് ചെയ്യില്ല എന്ന തീരുമാനം എടുത്തിരുന്നു. അതിനുശേഷം ഇന്ന് വീണ്ടും യോഗം ചേർന്നാണ് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി അവർ പ്രഖ്യാപിച്ചത്. തിയേറ്ററുകളോട് നിർമ്മാതാക്കൾക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുമുള്ള സമീപനം മാറ്റണമെന്ന ആവശ്യമാണ് അവർ പ്രധാനമായും ഉന്നയിച്ചത്. അതായത് പ്രൊജക്ടറിന്റെ വില ക്രമാതീതമായി ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഏത് പ്രൊജക്ടറാണോ ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അതത് തിയേറ്റർ ഉടമകളാണെന്നിരിക്കെ ഇത്തരത്തിൽ ചില നിബന്ധനകൾ പ്രൊഡ്യൂസേഴ്സിന്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെയും ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പേരിൽ കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റ് സ്ഥാപിച്ച് അവർ ചില ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും തിയേറ്റർ ഉടമകൾക്ക് അംഗീകരിക്കാനാവില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഇതിനെല്ലാം ശേഷമാണ് OTT റിലീസിനുള്ള കരാർ ലംഘിക്കപ്പെടുന്നു എന്ന കാര്യം ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് 42 ദിവസത്തിന് ശേഷം മാത്രമാണ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ OTTക്ക് നൽകാവൂ എന്ന ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ട ഇവർ കരാർ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ആ കരാർ ലംഘിച്ച് 28 ദിവസമാവുമ്പോൾ തന്നെ ഇത്തരത്തിൽ OTTക്ക് ചിത്രങ്ങൾ നൽകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇതുകൊണ്ട് 23-ാം തീയതി മുതൽ പുതിയ സിനിമ റിലീസ് ചെയ്യുന്നില്ല എന്നിവർ പറയുമ്പോഴും മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ഒരു ചിത്രം നേരത്തെ കരാർ ചെയ്യപ്പെട്ടതാണ്. അത് എന്ന് റിലീസ് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്നു അന്ന് ഇവർ റിലീസ് ചെയ്യാൻ സന്നദ്ധരാണെന്നും തിയേറ്റർ ഉടമകൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും പ്രവർത്തന സജ്ജമായ തിയേറ്ററുകളിൽ കണ്ടന്റിന്റെയും പ്രൊജക്ടറുകളുടെയും നിബന്ധനകൾ ഉൾപ്പെടുത്താതെ സിനിമ നൽകുകയാണെങ്കിൽ പ്രദർശിപ്പിക്കാൻ തയ്യാറാണെന്നാണ് അവർ അന്തിമമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. രോഹിണി. ശരി, ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.